രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയം 9ാമത്തെ ദശകം ആരംഭിക്കുകയാണ്. 1ാമത്തെ ശ്ലോകമാണ്. 88ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റ് എടുക്കാൻ എന്നത് എങ്ങനെയെന്ന് അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. അതിലേക്ക് വിളിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്കിത് കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും കണ്ണൻ്റെ രാധ, കൃഷ്ണൻ്റെ രാധ, കൃഷ്ണൻ്റെ സർവസ്വവുമായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും മഹത്തായ അഷ്ടപതി, കൃഷ്ണഭക്തർ നിശ്ചയമായും കേട്ടിരിക്കേണ്ട അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും സൗന്ദര്യ ലഹരിയുടെ ക്ലാസ്സാണ്. അപ്പം പിന്നെ ഇതിനകത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് കേൾക്കുക. പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ദൂരെ നിന്ന് വരുന്നവർക്ക് പഠിക്കാൻ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. അങ്ങനെ നിരവധി പേര് വന്ന് പഠിച്ചിട്ട് പോകുന്നതുണ്ട്. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. പിന്നെ അതിനകത്ത് പ്ലേലിസ്റ്റിൽ അഷ്ടാവക്ര ഗീതയുണ്ട്. അത് നിങ്ങൾ അഷ്ടാവക്ര ഗീത കേൾക്കണം. പ്ലേലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ളതുണ്ട്. ഭഗവാൻ ശ്രീബുദ്ധൻ്റെ ജീവിതകഥ, കൃഷ്ണൻ്റെ അവതാരമാണ് ബുദ്ധൻ, ബുദ്ധൻ്റെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഭക്തമീരയുടെ കഥയുണ്ട്. രാധികാ കവചം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ രാധാ മാനസതന്ത്രം, അത് ഉജ്ജ്വലമാണ്, അതും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊക്കെ കേൾക്കുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. പിന്നെ നിങ്ങളോട് എനിക്കൊരു സന്തോഷ വർത്തമാനവും കൂടെ പറയാറുണ്ട്. ശങ്കരാചാര്യ സ്വാമികളുടെ അതിപ്രശസ്തമായ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് രാധേ രാധേ പ്രേക്ഷകർക്ക് ഞാൻ നൽകുന്നതാണ്. എന്നോട് നിരവധി അമ്മമാർ ഇതിനെക്കുറിച്ച് അഭ്യർത്ഥന നടത്തിയത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വീക്ക്നെസ് ഈ അമ്മമാരാണ്. അതുകൊണ്ട് അമ്മമാരാണ് എന്നോട് പറഞ്ഞത്, ഭജഗോവിന്ദം ഒന്ന് പഠിപ്പിച്ചു തരാമോ മോനെ എന്ന് ചോദിച്ചു. ഒരമ്മ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അത് നോ പറയുന്നത്? എനിക്ക് സമയമില്ല, എങ്കിലും ഭജഗോവിന്ദം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട്
തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ പിന്നെ നാരായണീയം പാടിത്തരുന്നത് അഷ്ടപതിയിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ സൗന്ദര്യ ലഹരിയിലൂടെയും നിങ്ങൾക്ക് സുപരിചിതനായ സുനിലാണ്. ദുബായിലെ സുനിലാണ് നമുക്ക് ഈ നാരായണീയം പാടിത്തരുന്നത്. സുനിൽ മുമ്പും നമുക്ക് നാരായണീയം പാടി തന്നിട്ടുണ്ട്. അഷ്ടപതി പാടിയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സുനിൽ നാരായണീയം നമുക്ക് മുമ്പും പാടി തന്നിട്ടുണ്ട്. ഇപ്പം സൗന്ദര്യ ലഹരി പാടിക്കൊണ്ടിരിക്കുന്നത് സുനിലാണ്. അതുകൊണ്ട് രാധേ രാധേ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. എന്താ പറയേണ്ടത്, എനിക്ക് സുനിലിനെ ഭയങ്കര ഇഷ്ടമാണ്. സുനിലിനും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും സുനിലിന് എങ്ങനെയായാലും എനിക്ക് സുനിലിനെ വളരെ ഇഷ്ടമാണ്. എൻ്റെ ഇതിൽ ഒരു വളരെ നല്ല ഒരു മനുഷ്യനാണ് സുനിൽ എന്ന് പറയുന്ന. എല്ലാവരോടും ദയയും കാരുണ്യവും ഒക്കെ ഉള്ള ഒരു നല്ല മനുഷ്യൻ. അപ്പം അങ്ങനെ ഒരു ആത്മബന്ധം എനിക്ക് സുനിലുമായിട്ടുണ്ട്. അപ്പം ഞാൻ നാരായണീയം പാടാൻ പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഒരു വിസമ്മതവും കൂടാതെ സുനിൽ സമ്മതിച്ചു. സുനിൽ നല്ല ഭംഗിയായിട്ട് പാടുകയും ചെയ്യും. സുനിലിൻ്റെ മകളും ഒക്കെ പാടും. സുനിലിൻ്റെ മക്കളെല്ലാം ഇത് പാടും. അപ്പം സുനിലാണ്. സുനിൽ അതിമനോഹരമായി നാരായണീയം പാടുകയാണ്. നിങ്ങൾ കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ പഠിപ്പിക്കാം. സ്ഥിതസ്സ കമലോദ്ഭവ സ്തവഹിനാഭിപങ്കേരുഹേ കുദസ്യുതിതമംബുദാ ഉദിതമിത്യനാലോകയൻ തദീക്ഷണ കുതൂഹലാത് പ്രതിദിശം വിവൃത്താനന ചതുർവദനധാമഘാത് വികസിതഷ്ടദൃഷ്ട്യംബുജാ. അപ്പോൾ നമ്മുടെ സുനില് അത് മനോഹരമായി പാടിയത് കേട്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞു തരാം. സ്ഥിത സ കമലോത്ഭവ സ്തവ ഹി നാഭി പങ്കേരുഹേ കുത സ്വിദിത അംബുധാവുദിത മിത്യനാലോകയൻ തദീക്ഷണ കുതൂഹലാത് പ്രതിദിശം വിവൃത്താനന ചതുർവദനതാമകാത് വികസദഷ്ട ദൃഷ്ട്യംബുജാം. അർത്ഥം എഴുതിക്കോ. സ്ഥിത സമം സ്ഥിതി ചെയ്യുന്നു. സ കമലോത്ഭവ അർത്ഥം ആ ബ്രഹ്മാവ്. തവ ഭഗവാന്റെ. ഹി നാഭി പങ്കേ രുഹേ. ഹി നാഭി പങ്കേ രുഹേ പുക്കിളിലെ, അതായത് നാഭിയിലെ താമരയിൽ എന്നാണ് അർത്ഥം. കുതസ്വിതി അർത്ഥം എവിടെ നിന്നായിരിക്കും. കുതസ്വിതി എവിടെ നിന്നായിരിക്കും. അംബുധൗ അർത്ഥം സമുദ്രത്തിൽ. അംബുധൗ സമുദ്രത്തിൽ. ഉദിതം അർത്ഥം ഉദിച്ചത്. ഉദിതം ഉദിച്ചത്. മിഥ്യാലോകയാൻ മിഥ്യനാലോകയൻ, അങ്ങനെ ബുക്കിക്കിടക്കുന്ന മിഥ്യനാലോകയൻ. അത് നിങ്ങൾ വേണമെങ്കിൽ പിരിച്ചെഴുതിക്കോ. ഇതി അധികം അനാലോകയൻ. ഇതി അധികം അനാലോകയൻ. അത് ചേർത്തെഴുതുമ്പോഴാണ് പുസ്തകത്തിലെ മിഥ്യനാലോകയൻ. അർത്ഥം എന്ന് കാണാത്തവനായി. തദീക്ഷണ അർത്ഥം അത് കാണാനുള്ള. കുതൂഹലാത് അർത്ഥം കൗതുകത്താല്. കൗതുകത്താല്. പ്രതിദിശം പ്രതിദിശം എല്ലാ ദിക്കിലും. പ്രതിദിശം എല്ലാ ദിക്കിലും. വിവൃത്താനന. വിവൃത്താനന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഖം തിരിച്ചു. ചതുർവദന അർത്ഥം നാല് മുഖങ്ങൾ. ചതുർവദന നാല് മുഖങ്ങൾ.
അഗാത് അർത്ഥം പ്രാപിച്ചു, അഗാത് പ്രാപിച്ചു. വികസ ദഷ്ട ദൃഷ്ട്യാംബുജ, ഓരോന്നായിട്ട് അർത്ഥം എഴുതിക്കോ. വികസ അർത്ഥം വിടർന്ന, അഷ്ടം അർത്ഥം 8, ദൃഷ്ട്യാം അർത്ഥം കണ്ണുകൾ, അംബുജാം അർത്ഥം താമര. ഇനി അത് ചേർത്തെഴുത്. വികസ ദഷ്ട ദൃഷ്ട്യാംബുജാം അർത്ഥം വിടർന്ന താമര പൂ പോലെ ഉള്ള 8 കണ്ണുകൾ ഉള്ളവനായി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? താമരയിൽ നിന്ന് ജനിച്ചവനാണ് ബ്രഹ്മാവ്. അങ്ങനെ താമരയിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവ് ആ താമരയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ താമര സമുദ്രത്തിൽ എവിടെ നിന്നായിരിക്കും മുളച്ചു വന്നത് എന്ന് കണ്ടെത്താൻ ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ താമര ഇത് സമുദ്രത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വന്നു? കിഴക്കുന്നാണോ, പടിഞ്ഞാറുന്നാണോ, വടക്കുന്നാണോ, തെക്കുന്നാണോ? അതറിയാൻ വേണ്ടി ബ്രഹ്മാവ് 4 വശത്തേക്കും മുഖം തിരിച്ചു. അങ്ങനെ ബ്രഹ്മാവിന് 4 മുഖങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം നാൻമുഖൻ എന്നറിയപ്പെടുകയും ചെയ്തു. അങ്ങനെ 4 മുഖങ്ങളുള്ള ബ്രഹ്മാവിന് താമരപ്പൂ പോലെയുള്ള 8 കണ്ണുകൾ ഉണ്ടായി. ഒരു മുഖത്തിന് 2 കണ്ണ്. അങ്ങനെ 4 മുഖത്തിനായിട്ട് ബ്രഹ്മാവിന് 8 കണ്ണുകൾ ഉണ്ടായി. ഇനി നമുക്ക് ഓരോ വരികളായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ വരി സ്ഥിത സ കമലോത്ഭവസ്തവഹി നാഭി പങ്കേരുഹേ. സ്ഥിത അർത്ഥം സ്ഥിതി ചെയ്യുന്നു, സ്ഥിത സ്ഥിതി ചെയ്യുന്നു. സ കമലോത്ഭവ അർത്ഥം ആ ബ്രഹ്മാവ്, സ കമലോത്ഭവ അർത്ഥം ആ ബ്രഹ്മാവ്. തവ തവ ഭഗവാന്റെ, ഹി നാഭി പങ്കേരുഹേ അർത്ഥം നാഭിയിലെ താമരയിൽ, നാഭി പങ്കേരുഹേ അർത്ഥം നാഭിയിലെ താമരയിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ആ ഒന്നാമത്തെ വരി എന്താണെന്ന് ഞാൻ വിശദമാക്കി തരാം. ബ്രഹ്മാവ് കണ്ണു തുറന്നപ്പോൾ കണ്ടത് താൻ താമരയ്ക്കകത്തങ്ങനെ ഇരിക്കുകയാണ്. അതും സമുദ്രത്തിൻ്റെ നടുക്ക് മുളച്ചു വന്ന താമരയിൽ. ശരിക്കും ബ്രഹ്മാവ് ഇരിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പുക്കിളിൽ, അതായത് സമുദ്രത്തിൽ ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പുക്കിളിൽ നിന്ന് മുളച്ചു വന്ന താമരയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ബ്രഹ്മാവ് അത് മനസ്സിലാക്കുന്നില്ല, മഹാവിഷ്ണുവിനെ കാണുന്നില്ല. അദ്ദേഹം നോക്കിയപ്പോൾ കാണുന്നത് സമുദ്രം മാത്രം. സമുദ്രത്തിനകത്തുനിന്ന് മുകളിലേക്ക് വന്ന ഒരു താമരയിലാണ് താൻ ഇരിക്കുന്നത്. ഇവിടെ ഒരു വാക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാവിനെ കമലോത്ഭവ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കമലം എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. 1 കമലം താമര, 2 കമലം ലക്ഷ്മീദേവി. ലക്ഷ്മീദേവിയെ വിളിക്കുന്നതും കമലമെന്നാണ്. അപ്പോൾ കമലോത്ഭവ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ ചൈതന്യമായ ലക്ഷ്മിയുടെ പര്യായമാണ് കമല എന്നതുകൊണ്ട് കമലോത്ഭവ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ പുത്ര എന്നും അർത്ഥമുണ്ട്. അപ്പം മഹാലക്ഷ്മിയുടെ പുത്രനായും ബ്രഹ്മാവിനെ കണക്കാക്കുന്നുണ്ടെന്ന് എൻ്റെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് രണ്ടാമത്തതിലേക്ക് വരാം. രണ്ടാമത്തെ വരി കുത സ്വിദിതമംബുദ ഉദിത മിത്യന ലോകയൻ. കുതസ്വിതി എവിടെ നിന്നായിരിക്കും? അംബുധൗ സമുദ്രത്തിൽ. അടുത്തത് ഉദിതം. ഉദിതം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഉദിച്ചത്. മിത്യാനാ ലോകയൻ എന്ന് കാണാത്തവനായി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വരിയുടെ അർത്ഥം ബ്രഹ്മാവ് അത്ഭുതപ്പെടുകയാണ്. ഈ സമുദ്രത്തിൽ ഈ താമര ഇത് എങ്ങനെ ഉണ്ടായി? ഈ താമര എവിടുന്ന് വന്നു? പ്രളയം കഴിഞ്ഞു ഉണർന്ന ബ്രഹ്മാവിന് പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥകളൊന്നും ഓർമ്മയില്ല. പ്രളയം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് താൻ തന്നെ ഒരു പുതിയ സൃഷ്ടിയാണെന്ന് തോന്നുകയാണ്. താൻ തന്നെ ഒരു പുതിയ സൃഷ്ടിയാണ്. പണ്ട് പ്രളയത്തിന് മുമ്പ് ബ്രഹ്മാവായിരുന്നു എന്നും സകല പ്രപഞ്ചജീവികളെയും സൃഷ്ടിച്ചു എന്നതും എല്ലാം അങ്ങ് മാറി. അതുകൊണ്ട് തന്നെ ആ സമുദ്രവും താമരയും ഒക്കെ ബ്രഹ്മാവിന് വലിയ അത്ഭുതമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ബ്രഹ്മാവ് ചിന്തിക്കുന്നത്, ഈ സമുദ്രത്തിൽ ഞാൻ എങ്ങനെ എത്തി? ഈ താമരയിൽ എനിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു? എൻ്റെ ഭാരം ഈ താമരയ്ക്ക് എങ്ങനെ താങ്ങാൻ കഴിയുന്നു? ഇവിടെ മറ്റാരെയും കാണാനുമില്ല. അപ്പം നമ്മൾ ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് അങ്ങ് എഴുന്നേൽക്കുന്നു.
അപ്പം നമുക്ക് കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല. ഇന്നലെ നടന്നതും മെനിഞ്ഞാന്ന് നടന്നതും ഒന്നും ഓർമ്മയില്ല. ഒരു ദിവസം നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ സമുദ്രത്തിനകത്ത് ഒരു താമരയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകത്തില്ലേ? ഇതെന്തു ഇത്, ഞാൻ ആര്? ഒന്നാമത്തെ കാര്യം, ഞാൻ ആരെന്ന് എനിക്കറിയില്ല. കാരണം ഇന്നലത്തതും പാസ്റ്റ് എല്ലാം മറന്നുപോയി, സകലതും മറന്നുപോയി. അപ്പോൾ ഇത് ഞാൻ ആരായത്? ഇത് എവിടെ ഞാൻ ഇരിക്കുന്ന ഈ താമരയിൽ ഞാൻ എങ്ങനെ വന്നു? ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ് ആരെന്ന് പറയുന്നത്? ബ്രഹ്മാവ്. ഇനി നമ്മൾ മൂന്നാമത്തെ വരിയിലേക്ക് നമുക്ക് വരാം. തദീക്ഷണ കുതൂഹല പ്രതിദിശം വിവൃത്താനന. അർത്ഥം എഴുതിക്കോ. തദീക്ഷണ അർത്ഥം അത് കാണാനുള്ള. മൂന്നാമത്തെ വരി. കുതൂഹല കൗതുകത്താൽ, പ്രതിദിശം എല്ലാ ദിക്കിലും, വിവൃത്താനന മുഖം തിരിച്ചു. ആനനം മുഖം, വിവൃത്താനന മുഖം തിരിച്ചു. അപ്പം മൂന്നാമത്തെ വരി പറയുന്നത് എന്താണെന്നറിയാമോ? താമരയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവ് താമരയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ സമുദ്രത്തിൽ താമര എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. അപ്പൊ താമരയുടെ പുറത്തിരിക്കുന്ന ബ്രഹ്മാവ് താമരയിൽ തന്നെ ഇരിക്കുകയാണ്, അതിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. പുറത്തിറങ്ങാതെ സമുദ്രത്തിൽ എവിടെ നിന്ന് ഇത് വന്നു എന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. അതോടുകൂടി എന്ത് സംഭവിച്ചു? താമരയുടെ ഉൽപ്പത്തി അറിയാനുള്ള ആഗ്രഹം വർദ്ധിച്ചു. അതാണ് നമുക്ക് കിട്ടാത്തതിനോട് ആഗ്രഹം വർദ്ധിക്കും. ഇപ്പോൾ 9 മുറി, ആ 9 മുറിയിൽ 8 മുറിയും തുറന്നിട്ടിട്ടുണ്ട്, ഒരെണ്ണം മാത്രം പൂട്ടിയിട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളോട് പറയുകയാണ്, ആ 8 എണ്ണത്തിലും കയറിക്കൊള്ളാൻ പറഞ്ഞാൽ തുറന്നിട്ടിരിക്കുന്ന 8ഉം നിങ്ങൾക്ക് കാണണ്ട. ഇതിനകത്ത് എന്താണെന്നറിയാനുള്ള കുതൂഹലമുണ്ടാകും. അതുപോലെ ഈ താമരയുടെ ഉൽപ്പത്തി അത് എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്താൻ കഴിയാത്തതോടുകൂടി ബ്രഹ്മാവിന് എന്ത് സംഭവിച്ചു? ഇത് എവിടെ നിന്നാണെന്ന് കണ്ടെത്തിയേ പറ്റൂ, ഇതിൻ്റെ ഉൽപ്പത്തി സ്ഥാനം എനിക്ക് കണ്ടെത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് ബ്രഹ്മാവ് ഓരോ ദിക്കുകളിലേക്കും നോക്കാൻ തുടങ്ങി. ഇനി നമുക്ക് 4ാമത്തെ വരിയിലേക്ക് വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ചതുർവദനതാമഗാത് വികസദഷ്ട ദൃഷ്ട്യംബുജാം. ചതുർവദന 4 മുഖം, വികസ വിടർന്ന, ദഷ്ട അഷ്ട എന്നാണ്, 8 ദൃഷ്ട്യ കണ്ണുകള്, അംബുജം താമര. അതായത് താൻ ഇരിക്കുന്ന താമര അത് എവിടുന്ന് വന്നു എന്നറിയാൻ ഓരോ ദിക്കിലേക്കും ആ ബ്രഹ്മാവ് നോക്കാൻ ശ്രമിച്ചു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ നോക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഒരു ദിക്കിൽ നിന്നും കണ്ണെടുക്കാതെ മറ്റു 3 ദിക്കുകളിലെയും കാര്യങ്ങൾ കാണുന്നതിനു വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിന് അപ്പോൾ തന്നെ ഒരു 3 മുഖങ്ങളും കൂടെ നൽകി. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ഒരു മുഖം, ആ ഒരു മുഖം കിഴക്കോട്ടാണ് നോക്കിയിരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഭഗവാൻ വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കാൻ ഓരോന്ന് നൽകി. അങ്ങനെ 4 മുഖമായി. അപ്പോൾ ഒരു ദിക്കിൽ നോക്കിക്കൊണ്ട് തന്നെ മറ്റു 3 ദിക്കിലെയും കാര്യങ്ങൾ കാണാൻ ആർക്ക് പറ്റി? ബ്രഹ്മാവിന് പറ്റി. ഓരോ മുഖത്തിനും വിടർന്ന താമര ഇതൾ പോലെ അതിവിശാലവും മനോഹരവുമായ 2 കണ്ണുകൾ. അങ്ങനെ 4 മുഖത്തിന് 8 കണ്ണുകൾ. ബ്രഹ്മാവ് സുന്ദരനാണെന്ന് പറയുകയാണ് ഇവിടെ. മനസ്സിലായ? 4 മുഖങ്ങളുള്ള ബ്രഹ്മാവ് സുന്ദരനാണ്. താമര പോലെ ശോഭിക്കുന്നതാണ് ബ്രഹ്മാവിൻ്റെ മുഖം. താമര പോലെ ശോഭിക്കുന്ന ബ്രഹ്മാവ് താമരയ്ക്കുള്ളിൽ താമര ഇതളുകൾ പോലെയുള്ള 8 കണ്ണുകളുമായി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു താമരപ്പൂവിനുള്ളിൽ 8 താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ശരിക്കും എന്തുമാത്രം ബ്രഹ്മാവ് സുന്ദരനാണെന്ന് മനസ്സിലാക്കുക. നമ്മളൊക്കെ അങ്ങനല്ല ബ്രഹ്മാവിനെ ഇവിടെ ചിത്രീകരിക്കാറുള്ളത്. ഒരു താമരപ്പൂവിനകത്ത് ബ്രഹ്മാവിരിക്കുന്നു. ആ ബ്രഹ്മാവിനാകട്ടെ താമരപ്പൂ പോലെ മനോഹരമായ 8 കണ്ണുകള്. അപ്പൊ നമ്മൾ ദൂരെ നിന്ന് നോക്കിയാൽ താമരപ്പൂവിൽ ബ്രഹ്മാവിരിക്കുന്നു എന്ന് തോന്നുന്നില്ല. ഒരു താമരപ്പൂവിൽ മറ്റൊരു താമരപ്പൂ ഇരിക്കുന്നു. അതിൻ്റെ ഇതളുകൾ ഇങ്ങനെ വിടർന്ന് 8 താമരപ്പൂക്കള് വിടർന്നിങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നുന്നു എന്നാണ് അർത്ഥം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്രഹ്മാവ് ഒരു ദിക്കിൽ നിന്ന് കണ്ണെടുക്കാതെ താമരയുടെ ഉൽപ്പത്തി തേടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് തേടിയത് ഞാൻ ആര്,
ഞാനിത് എവിടെ നിന്ന് വന്നു, എങ്ങനെ ഞാൻ ഈ താമരയിലെത്തി, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ബ്രഹ്മാവ് യഥാർത്ഥത്തിൽ തേടിയത്. ഇത് തേടിയ ആദ്യത്തെ ആളാണ് ബ്രഹ്മാവ്. ഇത് തന്നെയാണ് എല്ലാവരും ഇന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്. സകല തത്വചിന്തകരും ഋഷിമാരും എല്ലാം അന്വേഷിച്ചത് ഇതാണ്. ഞാൻ ആര്, ഞാൻ എവിടെ നിന്ന് വന്നു, എന്താ എൻ്റെ ഉദ്ദേശം, ഞാൻ ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഈ അന്വേഷണം, ഞാൻ ആര്, ഞാൻ എവിടെ നിന്ന് വന്നു, ഇതറിയാനുള്ള ആഗ്രഹം ഋഷിമാർക്കും തത്വചിന്തകർക്കും കൂടിയപ്പോഴാണ് ആ ആകാംക്ഷയിൽ നിന്നാണ് നമുക്ക് വിവിധ മതങ്ങളും വിവിധ ദർശനങ്ങളും യഥാർത്ഥത്തിൽ ഉണ്ടായത്. എല്ലാ മതങ്ങളും ഇതാണ് അന്വേഷിക്കുന്നത്. ഞാൻ ആര്, ഞാൻ എവിടെ നിന്ന് വന്നു. ഇതിന് തുടക്കം കുറിച്ചാണ് ബ്രഹ്മാവാണ്. 4 വശവും ഒരേ സമയം കാണാൻ ബ്രഹ്മാവിന് 4 മുഖം നൽകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്രഹ്മാവിന് 4 മുഖം ഉണ്ടെന്നല്ല. അതിൻ്റെ അർത്ഥം ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം 4 വശങ്ങളിലെയും അണ്ഡകടാഹങ്ങൾ ഭഗവാൻ കാണിച്ചു കൊടുത്തു. സകല പ്രപഞ്ചവും ജീവജാലവും ഭഗവാൻ കാണിച്ചു കൊടുത്തു. 4 ദിക്കുകളിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ കാണിച്ചു കൊടുത്തു. ബ്രഹ്മരഹസ്യം എന്തെന്ന് കാണിച്ചു കൊടുത്തു. അതാണ് ബ്രഹ്മാവിന് 4 മുഖം. അല്ലാതെ മറ്റുള്ളവർ കരുതുന്നത് പോലെ ഇങ്ങനൊരു മുഖം അങ്ങോട്ടൊരു മുഖം അങ്ങനല്ല. അത് നമ്മൾ ആലങ്കാരികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊറ്റ മുഖമേ ഉള്ളൂ. അപ്പം നമ്മൾ കണ്ടതിനെ വാഴ്ത്താനേ പറ്റൂ. ബ്രഹ്മാവിനാകട്ടെ ബ്രഹ്മാവ് കണ്ടത് സത്യമാണോ കള്ളമാണോ എന്ന് നേരിട്ട് ഒരു സ്ക്രീനിൽ എന്ന വണ്ണം ഭഗവാൻ കാണിച്ചു കൊടുത്തു. അതാണ് 4 മുഖങ്ങളുള്ള ബ്രഹ്മാവ് നാൻമുഖൻ എന്ന് പറയുന്നത്. അങ്ങനെ സാക്ഷാൽ ബ്രഹ്മാവിന് ബ്രഹ്മസത്യം എന്തെന്ന് കാണിച്ചു കൊടുത്ത കൃഷ്ണ, സാക്ഷാൽ ബ്രഹ്മാവിന് പ്രപഞ്ച രഹസ്യം തുറന്നു കൊടുത്ത അല്ലയോ കൃഷ്ണ, അല്ലയോ രാധയുടെ കൃഷ്ണ, അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രം രാസേശ്വരി രാധികായേ സ്വാഹ.